നിങ്ങളൊരു യൂസർ കാർ എടുക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിക്കേണ്ടത് ഭയങ്കര സിമ്പിളാണ്. എന്തൊക്കെ നിങ്ങൾ ഇനി എത്ര വലിയ വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്ന ആളെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും പറ്റിക്കുന്നതും പറ്റിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ അങ്ങനെ ഒരു പറ്റിക്കൽ ഇപ്പോൾ ഈ വണ്ടി പോളാണ് വണ്ടി ഇട്ടാ. അപ്പോൾ ഇതിലൊരു ആളെ പറ്റിച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണേട്ടാ. ഇനി എത്ര വലുത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീം പോയി ഇൻസ്പെക്ട് ചെയ്ത ആൾക്കാരാണ്, മെക്കാനിക്സ് ഒക്കെ പോയി ഇൻസ്പെക്ട് ചെയ്തതാണ് ഈ വണ്ടി. പക്ഷേ എന്നിട്ടും അവർക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ വാണിംഗ് ഇതുണ്ടോ, ഫ്രണ്ട് പാസഞ്ചർ എയർ ബാഗ് ഇഗ്നേറ്റർ റെസിസ്റ്റൻസ് 2 ലോ, അതായത് എയർ ബാഗിൻ്റെ വാണിംഗ് കത്തിയിട്ടാണ് വണ്ടി, എയർ ബാഗിൻ്റെ വാണിംഗ് കത്തിയിട്ടാണ് എൻ്റെ അടുത്തോട്ട് വണ്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എയർ ബാഗ് ഒന്ന് അഴിച്ചു നോക്കിയാണ്ട്, എയർ ബാഗ് അഴിച്ചു നോക്കിയിട്ടും വേറെ കുഴപ്പമൊന്നും കാണില്ല. അപ്പോൾ ഞാൻ എയർ ബാഗിൻ്റെ വയറിംഗ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്തൊരു റെസിസ്റ്റൻസ് പിടിപ്പിച്ചേക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? ഇതിപ്പോൾ എയർ ബാഗിൻ്റെ ലൈനാണ് കേട്ടോ, പാസഞ്ചർ സൈഡിലെ എയർ ബാഗിൻ്റെ ലൈനാണ്. ഇതിനകത്തൊരു റെസിസ്റ്റൻസ് പിടിപ്പിച്ചേക്കാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ ബാഗ് കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ റെസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്കിതിൽ വാണിംഗ് കാണിക്കില്ല. എയർ ബാഗിൻ്റെ വാണിംഗ് ഒന്നും മീറ്ററിലും കാണിക്കില്ല. അതുപോലെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും കാണിക്കില്ല. നമുക്കൊരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാ സാധനവും അഴിച്ചു കുറച്ച് നോക്കാൻ പറ്റില്ല. ഇനി എത്ര വലിയ മെക്കാനിക് ആണെങ്കിലും ആരാണെങ്കിലും നമുക്കിത് കംപ്ലീറ്റ് പീസാക്കി നോക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ പറ്റിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയുള്ള പരിപാടി ഈ റെസിസ്റ്റൻസ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സാധനം കഴിഞ്ഞു, എയർ ബാഗിൻ്റെ വാണിംഗ് കാണിക്കില്ല. ഇപ്പോൾ നമുക്ക് ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഓണർ ജെനുവിൻ ആയതുകൊണ്ട് ആളെന്നോട് കൊണ്ട് പറഞ്ഞു ബെറിലെ എയർ ബാഗിന് വാങ്ങിയിട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി പറഞ്ഞു ചേട്ടാ ഇന്നോല് ചെയ്തേക്കണം, ഈ എയർ ബാഗ് കംപ്ലൈൻ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കൊടുത്തേക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ചേട്ടാ കുഴപ്പമില്ല, ഒരു ജീവൻ്റെ പരിപാടിയില്ല, നീ ആ എയർ ബാഗ് മാറ്റിക്കോ, നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് എയർ ബാഗ് മേടിച്ചിട്ട് കഴിഞ്ഞാലും 7000 രൂപയ്ക്ക് വില വരുള്ളൂ സെക്കൻഡ് ഹാൻഡ് എയർ ബാഗിന്. അപ്പോൾ ഒരു 7000 രൂപയ്ക്ക് 7000 രൂപ ഒന്നും ഒരു ജീവനേക്കാളും വലിയ വിലയൊന്നുമല്ലോ. അപ്പോൾ നമുക്കൊരു 7000 രൂപ കൊടുത്തത് എയർ ബാഗ് വേണമെങ്കിൽ മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വണ്ടി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ബാക്കിയൊക്കെ പോട്ടെ, ഇപ്പോൾ ഒരു ജീവൻ്റെ പരിപാടിയല്ലേ, വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ എയർ ബാഗ് കൂട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെറിയ ലാഭം നോക്കാതിരിക്കുക, ജീവനേക്കാളും വലുതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ആ എയർ ബാഗ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് തീർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള പൈസ റേറ്റ് കയറ്റി വെച്ചിട്ട് വണ്ടി വിറ്റോ. അങ്ങനെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളൊരു വണ്ടി എടുത്തിട്ട് അതിൻ്റെ മാർക്കറ്റ് വാല്യൂനേക്കാളും കൂടുതൽ റേറ്റിന് വണ്ടി മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തട്ട് മുട്ടയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുള്ളായിരുന്നില്ല, റിപ്പയർ എടുത്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം റേറ്റ് പറഞ്ഞു കഴിഞ്ഞാലും നല്ല രീതിക്ക് പണം എടുക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കസ്റ്റമർ നിങ്ങളൊന്ന് വണ്ടി എടുക്കും. നിങ്ങൾ ആ വണ്ടിയുടെ ഉത്തരം നിങ്ങൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് ആ വണ്ടി ഒന്ന് എടുക്കും കസ്റ്റമേഴ്സ് എന്തായാലും. അപ്പോൾ നല്ല രീതിക്ക് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല കസ്റ്റമേഴ്സിനെയും കിട്ടും, നിങ്ങൾ വേണമെങ്കിൽ നല്ല റേറ്റും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയൊരു ഉടായ്പിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായാലും ഇപ്പോൾ ഈ വണ്ടിയുടെ നമ്മൾ പിടിക്കപ്പെട്ടില്ല, അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചു. എന്തായാലും ഈ ഒരു വയർ ലൂസായതുകൊണ്ട് നമ്മൾ ഈ സാധനം കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഇത് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് എയർ ബാഗ് പൊട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അന്വേഷണം വരും, അപ്പോഴും ഈ സാധനം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, മാക്സിമം മര്യാദയ്ക്ക് വിൽക്കാൻ നോക്കുക. നിങ്ങൾ വണ്ടി മേടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ ആൾക്കാരെ കൂടെ എങ്ങനെയൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ല ആൾക്കാരൊന്നും വണ്ടി മേടിക്കാൻ നോക്കട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയൊരു പണി കിട്ടും.